ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസാണ്. നമുക്കറിയാം ജൂലൈ 21 ചാന്ദ്രദിനമാണല്ലേ. അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതുപോലെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ഓരോ ചോദ്യവും പഠിച്ച് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ എന്താണ് അറിയപ്പെടുന്നത്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ എന്താണ് അറിയപ്പെടുന്നത്? സെലനോളജി എന്നാണ് അറിയപ്പെടുന്നത്. പഠിച്ചു പോയിക്കോളൂ. സെലനോളജി എന്താണ്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? ഉത്തരം വരുന്നത് കറുപ്പാണ്. ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പാണ്. സിമ്പിൾ ചോദ്യമാണ് അല്ലേ. അപ്പോൾ മറക്കാതെ ഉത്തരം പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം വരുന്നത് ലൂണ 2. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ലൂണ 2. ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ലൂണ 2. അടുത്ത ചോദ്യം: ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ഫോട്ടോകൾ എടുത്തയച്ച പേടകം ഏതാണ്? ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ഫോട്ടോകൾ എടുത്തയച്ച പേടകം ഏതാണ്? ഉത്തരം വരുന്നത് ലൂണ 9. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ഫോട്ടോകൾ എടുത്തയച്ച പേടകമാണ് ലൂണ 9. എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞു ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ലൂണ 2 ആണ്. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങി ഫോട്ടോകൾ എടുത്തയച്ച ആദ്യ പേടകം ലൂണ 9 ആണ്. ഓക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആരാണ്? ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി നീൽ ആംസ്ട്രോങ്. ആറാമത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡുകൾ കൊണ്ടാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ ദൃശ്യമാകുന്നത്? ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ ദൃശ്യമാകുന്നത്? ഉത്തരം 59%. ചന്ദ്രൻ്റെ 59% ഭാഗമാണ് നമുക്ക് ഭൂമിയിൽ ദൃശ്യമാകുന്നത്. എത്ര ശതമാനമാണ്? 59% മാത്രമാണ് നമുക്ക് ഭൂമിയിൽ ദൃശ്യമാകുന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത് ചാൾസ് ഡ്യൂക്ക്. ആരാണ്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചാൾസ് ഡ്യൂക്ക്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ ചോദ്യം എന്തായിരുന്നു? ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. എന്നാൽ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചാൾസ് ഡ്യൂക്ക്. ഓക്കെ ആണോ? ശരി, നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. ആരാണ്? അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അലൻ ഷെപ്പേർഡ്.
ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്, പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്. ഓക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. 11ാമത്തെ ചോദ്യം ഇതാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം വരുന്നത് 3,84,400 കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 3,84,400 കിലോമീറ്റർ ആണ്. അടുത്തത് 12ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം എന്താണ് അറിയപ്പെടുന്നത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സൂപ്പർ മൂൺ. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം അറിയപ്പെടുന്നത് സൂപ്പർ മൂൺ എന്നാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ ആണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്, പഠിച്ചു വെക്കുക. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ഓക്കെ, അടുത്ത ചോദ്യം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. എന്താണ് ടൈറ്റാനിയം? 15ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? ഉത്തരം 13 തവണ. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത്? 13 തവണയാണ്. ഓക്കെ. 16ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? ഉത്തരം 4ാമത്. എത്രയാണ്? 4ാമതായാണ് ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക പറക്കുന്നത്. എത്രാമതാണ്? 4ാമത്. 17ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ലെബിനിറ്റ്സ്. ഏതാണ്? ലെബിനിറ്റ്സ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലെബിനിറ്റ്സ്. മറക്കാതെ പഠിച്ചു വെച്ചോളൂ. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലെബിനിറ്റ്സ്. 18ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? ഉത്തരം മൗണ്ട് ഹൈഗൻസ്. മൗണ്ട് ഹൈഗൻസ് ആണ് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ്? ഉത്തരം ബെയ്ലി ഗർത്തം. ഏതാണ്? ബെയ്ലി ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമാണ് ബെയ്ലി ഗർത്തം. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ഉത്തരം ന്യൂട്ടൺ ഗർത്തം. ഏതാണ്? ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമാണ് ന്യൂട്ടൺ ഗർത്തം. എന്നാൽ ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതായിരുന്നു? ബെയ്ലി ഗർത്തമാണ്. എന്നാൽ ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ചന്ദ്രൻ്റെ എത്ര ഇരട്ടി വലുപ്പമാണ് സൂര്യനുള്ളത്? ചന്ദ്രൻ്റെ എത്ര ഇരട്ടി വലുപ്പമാണ് സൂര്യന് ഉള്ളത്? ഉത്തരം നോക്കിക്കോളൂ. 400 ഇരട്ടി. ചന്ദ്രൻ്റെ 400 ഇരട്ടി വലുപ്പമാണ് സൂര്യനുള്ളത്. എത്ര ഇരട്ടിയാണ്? 400 ഇരട്ടി. ചന്ദ്രൻ്റെ 400 ഇരട്ടി വലുപ്പമാണ് സൂര്യന് ഉള്ളത്. അടുത്ത ചോദ്യം.
ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിതി ഏതാണ്? ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിതി ഏതാണ്? ഉത്തരം വരുന്നത് ചൈനയിലെ വൻമതിലാണ്. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിതിയാണ് ചൈനയിലെ വൻമതിൽ. 23ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്? ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണ്? ഉത്തരം വരുന്നത് ലൂണാർ റോവർ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യത്തെ വാഹനമാണ് ലൂണാർ റോവർ. അടുത്ത ചോദ്യം. ചന്ദ്രനിൽ ആദ്യമായി വാഹനമോടിച്ച വ്യക്തി ആരാണ്? ചന്ദ്രനിൽ ആദ്യമായി വാഹനമോടിച്ച വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത് ജെയിംസ് ഇർവിൻ. ആരാണ്? ജെയിംസ് ഇർവിൻ. ചന്ദ്രനിൽ ആദ്യമായി വാഹനമോടിച്ച വ്യക്തിയാണ് ജെയിംസ് ഇർവിൻ. 25ാമത്തെ ചോദ്യം ഇതാണ്. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ എത്ര പേർ പോയിട്ടുണ്ട്? ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ എത്ര പേരാണ് പോയിരിക്കുന്നത്? ഉത്തരം 6 തവണകളായി 12 അമേരിക്കക്കാർ. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ 12 പേരാണ് പോയിരിക്കുന്നത്. 6 തവണകളിലായി 12 അമേരിക്കക്കാരാണ് ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ പോയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ചന്ദ്രനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് ഇനി തരാൻ പോകുന്നത്. നോക്കിക്കോളൂ. ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ്? ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ്? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യം തന്നെയാണ്. ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യാം? പെട്ടെന്ന് കമൻറ്റ് ബോക്സിലേക്ക് അത് എഴുതിക്കോളൂ. നിങ്ങളുടെ പേരും കൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.